വയറ് നിറയാനും ശരീരം തണുക്കാനുമുള്ള നല്ലൊരു സമ്മർ ഡ്രിങ്ക് റെസിപ്പിയാണ്. ഹെൽത്ത് കോൺഷ്യസ് ആയ ഏതൊരാൾക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സമ്മർ ഡ്രിങ്കാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ട്. ഇതിൽ പഞ്ചസാരയോ കസ്റ്റർഡ് പൗഡറുകളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിനു വേണ്ടി ആദ്യം ഞാൻ 250 ml പാല് ഇവിടെ തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം ഇത് നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 സ്പൂൺ ഓട്സ് എടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് നമുക്കിത് കുതിരാനായി മാറ്റി വെക്കാം. പത്ത് മിനിറ്റിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇനി ഇതിലേക്ക് 3 ഞാലിപ്പൂവൻ പഴവും ഒരു 4 ഈത്തപ്പഴം കുരു കളഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ഈത്തപ്പഴം ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ ഞാൻ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നേരത്തെ തിളപ്പിച്ച് വെച്ച ആറിയ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് മിക്സിയിലേക്ക് ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പാല് മൊത്തമായും തന്നെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് വേണ്ടി നമ്മൾ പഞ്ചസാരയല്ല കേട്ടോ ചേർക്കുന്നത്. നമ്മൾ ഗ്ലാസ്സിലേക്ക് മാറ്റുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടി 2-3 ഡ്രോപ്സ് റോസ് എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് തീർത്ത് ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തതും ഞാലിപ്പൂവൻ പഴം കട്ട് ചെയ്തതും പിന്നെ കുറച്ച് പൊമോഗ്രാനറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതും ചേർത്ത് കൊടുക്കാം. കഴിക്കാറായെങ്കിൽ മാത്രം ഫ്രൂട്ട്സ് മിക്സ് ചെയ്താൽ മതി കേട്ടോ. കഴിക്കുന്ന സമയത്ത് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി തന്നെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. പാല് ഞാൻ തണുപ്പിച്ചെടുത്താണ് കേട്ടോ. എന്നാലും ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഗ്ലാസ്സിൽ മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മളതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ കൂർഗ് ഹണിയാണ് എടുത്തിട്ടുള്ളത്. 2 സ്പൂൺ ഹണി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് അവരവരുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ നല്ല മധുരമായി ഉണ്ടാവും. പിന്നെ മധുരം വേണ്ടാത്തവർക്ക് ചേർത്ത് കൊടുക്കണമെന്നില്ല. ഞാൻ എല്ലാത്തിനും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ അധികം പേർക്ക് മധുരം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ മാത്രമാണ് കേട്ടോ തേൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 3 പേർക്ക് കഴിക്കാനുള്ള ജ്യൂസ് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മുടെ ശരീരം തണുക്കാനും അതേപോലെ തന്നെ ഇത് ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ നമ്മൾക്ക് വയറ് നിറയാനും ധാരാളം മതി കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.